തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നിയമ പോരാട്ടത്തിൽ അകപ്പെട്ട് പ്രവർത്തനം നിലച്ചതോടെ ജോലി നഷ്ടപ്പെട്ട കമ്പനി അസോസിയേറ്റ് ഡീലേഴ്സും കസ്റ്റമേഴ്സും ചേർന്ന് കണ്ണൂർ ജവഹർ ലൈബ്രറി ഹാളിൽ ഹൈറിച്ച് റിവൈവൽ സൊസൈറ്റി കണ്ണൂർ ജില്ലാ കമ്മിറ്റി രൂപീകരണവും മെമ്പർഷിപ്പ് ക്യാമ്പയിനും നടത്തി. സംസ്ഥാന പ്രസിഡന്റ് മുഹമ്മദ് അബ്ദുൾ ബാരി ഉദ്ഘാടനം ചെയ്തു. കമ്പനിയുടെ പ്രവർത്തനം പുനരാരംഭിക്കുവാനും 16 ലക്ഷത്തോളം വരുന്ന ഡീലേഴ്സിനും കസ്റ്റമേഴ്സിനും നഷ്ടപ്പെട്ട തൊഴിലും വരുമാനവും തിരികെ കൊണ്ടുവരണം എന്നതുമാണ് സൊസൈറ്റി രൂപീകരണത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഞങ്ങളുടെ തൊഴിലും ഞങ്ങളുടെ വരുമാനവും നഷ്ടപ്പെട്ടിട്ട് ഒരു തീരുമാനവും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഇതിലുള്ള ആളുകൾക്കൊരു സഹായം എന്നോണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി ഹൈറിച്ച് കമ്മ്യൂണിറ്റി റിവൈവൽ സൊസൈറ്റി എന്നുള്ള ഒരു സൊസൈറ്റിക്ക് ഞങ്ങൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്തു. ഇതൊരു കോർപ്പറേറ്റീവ് സൊസൈറ്റി ആയിട്ടല്ല രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഇതിലൊരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ഈ സൊസൈറ്റിക്ക് ഒരു നിക്ഷേപം സ്വീകരിക്കാനോ പറ്റൂല. ഈ കമ്പനിയെ പൂട്ടിക്കാൻ വേണ്ടി വളരെയധികം ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളതാണെന്ന് ഞങ്ങൾ വളരെയധികം സംശയിക്കുന്നുണ്ട്. അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകളെ വെളിച്ചത്തേക്ക് കൊണ്ടുവരണം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു സൊസൈറ്റിക്ക് രൂപം നൽകിയത്. ഇതിന്റെ ഭാഗമായി കേരളത്തിലെ എല്ലാ ജില്ലകളിലും സൊസൈറ്റി രൂപീകരിച്ച് പ്രവർത്തനം ശക്തിപ്പെടുത്തും. നിലവിൽ കണ്ണൂരിലേതടക്കം 6ാമത്തെ സൊസൈറ്റിയാണ് രൂപീകരിച്ചത്. 2016 തൃശൂർ ആസ്ഥാനമായ ഹൈറിച്ച് കമ്പനി തുടങ്ങി. പിന്നീട് കമ്പനിക്ക് പുറത്തുനിന്നുള്ള തെറ്റായ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിയമക്കുരുക്കിൽ പെടുകയും 2023 ഡിസംബർ 7 കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു. ഈ കാര്യങ്ങളിലൊക്കെ എത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഇടപെടണം എന്ന് ആവശ്യപ്പെട്ട് സർക്കാരിന് നിവേദനവും നൽകിയിട്ടുണ്ട്. 8 വർഷത്തോളം പ്രവർത്തിച്ച കമ്പനി അവരുടെ ഉപയോക്താക്കൾക്ക് അർഹമായ വരുമാനം കൃത്യമായി നൽകിയിട്ടുണ്ട്. കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതിന് ശേഷമാണ് എല്ലാ സാമ്പത്തിക ഇടപാടുകളും തടസ്സപ്പെട്ടത്. 62 FIRകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. പ്രവർത്തന കാലയളവിൽ GST 180 കോടിയോളം രൂപ സർക്കാരിന് വരുമാനമായി വന്നു എന്നും സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു. 200ഓളം സൊസൈറ്റി മെമ്പർഷിപ്പായി അംഗങ്ങളിൽ നിന്നും സ്വീകരിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചാണ് നിയമപരമായ കാര്യങ്ങൾ ചെയ്യുന്നതെന്നും നിക്ഷേപങ്ങൾ സ്വീകരിക്കാനോ ബിസിനസ് നടത്തുവാനോ സാധിക്കില്ല. പ്രവർത്തന പരിധിയിലെ അംഗങ്ങളുടെ നിക്ഷേപത്തിനും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കുക, ഹൈറിച്ച് സമൂഹത്തിന് നഷ്ടപ്പെട്ട ജോലിയും വരുമാനവും തിരികെ ലഭിക്കുന്നതിനും കമ്പനിയെ നിയമപരമായ പ്രവർത്തന വിധേയമാക്കാനും വേണ്ട രീതിയിൽ പ്രവർത്തിക്കുക, കലാ കായിക സാംസ്കാരിക രംഗത്തെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക, രക്തദാനം, നേത്രദാനം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുക, ഹൈറിച്ച് സമൂഹത്തിലെ അംഗങ്ങളുടെ അവശതകൾ കണ്ടറിഞ്ഞ് ഭരണസമിതി തീരുമാനത്തിന് വിധേയമായി പ്രവർത്തിക്കാനും ആവശ്യങ്ങൾ ആവുംവിധ നിവർത്തിക്കാനും പ്രവർത്തിക്കുക, ഹൈറിച്ച് സമൂഹത്തിന്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സകല പ്രവൃത്തികളും നടത്തുക. ഇതൊക്കെയാണ് ഹൈറിച്ച് റിവൈവൽ സൊസൈറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ. അതായത് ഈ കമ്പനിയിൽ 16 ലക്ഷത്തോളം മെമ്പേഴ്സ് ഇതിൽ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത്തരം ആളുകളെല്ലാവരും ഈ ഒരു കേസ് ഇങ്ങനെ നീണ്ടുപോകുന്നത് കാരണത്താൽ ഒരുപാട് പ്രയാസത്തിൽ അവരെ തൊഴിലൊക്കെ നഷ്ടപ്പെട്ടു. പല ആളുകളും നമ്മളൊക്കെ ഇതിൻ്റെ മുന്നിലുള്ളതുകൊണ്ട് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. നമുക്കൊന്നും ചെയ്യാൻ വയ്യ, കാരണം നമ്മളും അതേ അവസ്ഥയിലാണ്. അപ്പോൾ അത് എല്ലാവരും കൂടി ഒരു സൊസൈറ്റി പോലെ രജിസ്റ്റർ ചെയ്ത് നമുക്ക് അവർക്കൊക്കെ പരസ്പരം സഹായിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, നിയമപരമായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുക, അതിനു വേണ്ടി ഒരു സൊസൈറ്റി രജിസ്റ്റർ ചെയ്താൽ. പക്ഷേ ഈ സൊസൈറ്റി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾക്ക് ഇതിലേക്ക് നിക്ഷേപം സ്വീകരിക്കാനോ ഈ സൊസൈറ്റിയിൽ ബിസിനസ് ചെയ്യാനൊന്നും പറ്റൂല. ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനേ ഉള്ളൂ. ഇത് ഞങ്ങളിപ്പോൾ എല്ലാ ജില്ലയിലും ഇതിനൊരു കമ്മിറ്റി രൂപീകരിച്ച് ഞങ്ങളെ ഈ കമ്മ്യൂണിറ്റി അംഗങ്ങളെ കണ്ടെത്തി അതിലേക്ക് ആഡ് ചെയ്യാനേ ഉള്ളൂ. ഇതിൽ ഞങ്ങളെ നിയമാവലിയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ പ്രവർത്തന പരിധിയിലെ അംഗങ്ങളുടെ ഐശ്വര്യത്തിനും ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുക, അംഗങ്ങളുടെ ഇടയിൽ സമത്വവും സാഹോദര്യവും വളർത്തുക, കലാ കായിക സാംസ്കാരിക സാമൂഹിക രംഗത്തെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുക, ഈ സൊസൈറ്റിയുടെ ഉദ്ദേശ ലക്ഷ്യമായ ഹൈറിച്ച് സമൂഹത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുക, ഹൈറിച്ച് സമൂഹത്തിന് നഷ്ടപ്പെട്ട ജോലിയും വരുമാനവും തിരികെ ലഭിക്കുന്നതിനും ഹൈറിച്ച് കമ്പനിയെ നിയമപരമായി പ്രവർത്തന വിധേയമാക്കാൻ വേണ്ട രീതിയിൽ പ്രയത്നിക്കുക. കാരണം കേസ് കോടതിയിൽ നടക്കുകയാണ്. എന്തെങ്കിലും അതിൻ്റെ ചില തെറ്റ് വല്ല ഭാഗം ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ടോ അല്ലെങ്കിൽ കമ്പനീൻ്റെ നിയമപരമായിട്ട് അതിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ തൊഴിൽ തിരിച്ചു കിട്ടുമല്ലോ. അപ്പോൾ അതിനെന്തെങ്കിലും നിയമപരമായി ചെയ്യാൻ പറ്റുന്നത് നമ്മൾ ചെയ്യും. അതേപോലെ തന്നെ രക്തദാനം, നേത്രദാനം എന്നിവയെ പ്രോത്സാഹിപ്പിക്കുക, വികസന പ്രവർത്തനങ്ങളിൽ സഹകരിച്ച് പ്രവർത്തിക്കുക, ഹൈറിച്ച് സമൂഹത്തിൻ്റെ ആവശ്യങ്ങൾ പരിഹരിക്കാൻ വേണ്ട സകല പ്രവൃത്തികളും ചെയ്യുക, ഹൈറിച്ച് സമൂഹത്തിലെ അംഗങ്ങളുടെ അവശതകൾ കണ്ടറിഞ്ഞ് ഭരണസമിതി തീരുമാനത്തിന് വിധേയമായി പ്രവർത്തിക്കാനും തദ്വാര അംഗങ്ങൾക്ക് വേണ്ടി വരുന്ന ആവശ്യങ്ങളാവും വിധം നിവർത്തിക്കാനും വേണ്ടി പ്രവർത്തിക്കുക. ഇത്രയേ മാത്രമേ ഞങ്ങളെ വഴിയിലുള്ളൂ. വേറെ ഒരു ഉദ്ദേശങ്ങളും ഇല്ല. ഈ കമ്മ്യൂണിറ്റിനെ ഹെൽപ്പ് ചെയ്യുക. പിന്നെ മറ്റൊരു കാര്യം, ഹൈറിച്ച് വേറെ, ഹൈറിച്ച് കമ്മ്യൂണിറ്റി സൊസൈറ്റി വേറെ. ഇതിന് ഹൈറിച്ച് എന്നുള്ള പേര് വന്നത്
അതിൽ കമ്മ്യൂണിറ്റിൻ്റെ റിവൈവൽ ആയതുകൊണ്ടാണ് ആ മനസ്സിലാക്കാനാണ് ഐറിച്ച് കമ്മ്യൂണിറ്റി എന്ന് വരുന്നത്. ഇതിൽ കൃത്യമായിട്ടും സൊസൈറ്റിയുടെ അംഗമായി ചേരുന്നവർ 200 രൂപ പ്രവേശന ഫീസും തുടർന്ന് പ്രതിവർഷം 100 രൂപ വരിസംഖ്യയും നൽകേണ്ടതാണ്. അപ്പോൾ പ്രതിവർഷത്തെ 100 അവിടെ നിൽക്കട്ടെ, ഇപ്പം ഈ അംഗമായി ചേരുന്നവരുടെ 200 രൂപ ഞങ്ങൾ ബൈലോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് കൃത്യമായിട്ട് ഓഡിറ്റബിളാണ്. അതിൻ്റെ റെസിപ്റ്റും കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വരവ് ചെലവ് നമ്മൾ കാണിക്കും. ഇത് ഇത്തരം ഹെൽപ്പിങ്ങുകൾക്കും കേസ് ഫയൽ ചെയ്യാനും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സഹായങ്ങൾക്കും വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കുള്ളൂ. കമ്പനിയുമായി സഹകരിച്ച അവരൊക്കെ ഒപ്പമുണ്ട് എന്നതാണ് ഇത്തരമൊരു സൊസൈറ്റി രൂപീകരിക്കാൻ പ്രേരണയായത് എന്ന് ഭാരവാഹികൾ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ്.